മക്കളെ, നിങ്ങൾ കഴിച്ചില്ലായിട്ടോ. ഈ റീൽസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നിടയിൽ ഈ റീല് നിങ്ങളെ ഫോണിൽ വന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ കൺമുന്നിൽ പെട്ടല്ലോ, അൽഹംദുലില്ലാ. ഇനി ഇത് കണ്ടിട്ടും സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ തീരാ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഗിവ് അവേ ആണെന്ന് സങ്കല്പിക്കുക. റൂൾ എന്താ വെച്ചാൽ 5 ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. എന്തായാലും നമ്മൾ ചെയ്യൂലേ. കാരണം എന്താ, അത് കിട്ടുന്നുള്ള ഉറപ്പുകൊണ്ടല്ല, കിട്ടുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. അങ്ങനെയെങ്കിലും ചുറ്റിത്തീരുന്ന ഏതെങ്കിലും ഒരു വഴിക്ക് ആ ലക്ക് നമുക്ക് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ട്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ എന്തായാലും കിട്ടിയിരിക്കും, എന്തായാലും കിട്ടിയിരിക്കും. ഷെയർ ചെയ്യണം നിങ്ങൾക്കും പാടില്ല, ഇതാർക്കാണോ ഷെയർ ചെയ്ത് കൊടുത്തത് ഓനക്കും പാടില്ല. പരിപാടി 5 സെക്കൻഡോട് കഴിയും. നിങ്ങളൊരു 3 ഫ്രണ്ട്സിന് മാത്രം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അധികം ഷെയർ ചെയ്ത് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തന്നെയാണ്. 3 ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണ പ്രതിഫലം എന്താ വെച്ചാൽ ഒരു ഖുർആൻ മുഴുവനായി ഓതി കൂടി. എവിടേക്കട സ്ക്രോൾ ചെയ്യണം, എവിടേക്ക് സ്കിപ്പ് ചെയ്യണം, ഇതൊന്നും വേണ്ടേ, ഖുർആനൊന്നും വേണ്ട നിങ്ങൾക്ക്. ഇത് കഴിഞ്ഞിട്ട് വേറെ ലോകത്തേക്ക് പോകണ്ടേ നമുക്ക്. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ, 3 തവണ ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത്, അയാൾക്ക് ഖുർആൻ മുഴുവനായി ഓതിയ കൂലി. നിങ്ങൾക്ക് ഇനി ടൈമൊന്നുമില്ല, നിങ്ങൾ ബിസി ആണെങ്കിൽ, നിങ്ങൾ തിരക്കാണെങ്കിൽ ഒരു 3 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ 3 ആളും ഓരോ തവണ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. ആ ഖുർആൻ മുഴുവനായി ഓതിയ കൂലി. അപ്പം നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യണമോ അത്രത്തോളം ഖുർആൻ ഓതിയ കൂലി നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യപ്പെട്ട വ്യക്തി ഇത് ഓതിയില്ലാന്ന് വിചാരിക്കും, ഓനും സ്കിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് വിചാരിക്കും. അവൻ എന്തായാലും ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. ഇതിൽ സൂറത്തുൽ ഇഖ്ലാസിനെ അവക്കുണ്ട്, അത് കേൾക്കുമല്ലോ എന്തായാലും. അവിടെ ഖുർആൻ ഓതിയില്ലെങ്കിലും ഖുർആൻ കേട്ടാലും പ്രതിഫലമാണ്. അവൻ എന്തായാലും വീഡിയോ കേൾക്കും. അങ്ങനത്തെ ഒരു 3 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നു അത്രത്തോളം പരിശുദ്ധമായ ഖുർആൻ, ഖത്മുൽ ഖുർആൻ മുഴുവനായി ഓതിയ കൂലി പടച്ച റബ്ബ് നിങ്ങൾക്ക് തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ. അതുപോലെ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ, ഏപ്രിൽ 3-ാം തീയതി വെക്കേഷൻ സമയത്ത് എൻ്റെ വന്യഗുരു ജിഫ്രി തങ്ങൾ ഉസ്താദും അതുപോലെ പാണക്കാട് തങ്ങന്മാരുടെയും സാദാത്തുക്കളുടെയും ആശീർവാദത്തോടെ അനുവാദത്തോടു കൂടെ ഞാൻ ആരംഭിച്ച ഇഫാദ ട്രാവൽസിലൂടെ പുറപ്പെടുന്ന അടുത്തൊരു ഉംറ ബാച്ച് പുറപ്പെടുകയാണ്. ഈ 8-9 സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. ഉമ്മയോട് കൂടെ, ഉപ്പയോട് കൂടെ, മക്കളോട് കൂടെ, ഭാര്യ ഭർത്താക്കന്മാരോട് കൂടെ ഈ വരുന്ന വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മാസത്തിൽ ആരെങ്കിലും ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിലും കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട. മുമ്പ് പോയ എല്ലാ ബാച്ചിനും കൊടുത്ത എല്ലാവിധ ആനുകൂല്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ഫ്ലൈറ്റ്, ഹറമിൽ സ്റ്റേ, കേരളീയ ഭക്ഷണം അടക്കം സംതൃപ്തി അടങ്ങുന്ന നല്ലൊരു പാക്കേജ് ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോട്ടുകൾ കൂടി ബാക്കിയുണ്ട്. താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.